അതിനുള്ള തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇത് നന്നായി സോട്ട് ചെയ്യാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറി ലീവ്സ് ചേർക്കാം. കറിവേപ്പില നമുക്ക് കുറച്ച് അധികം ചേർക്കാം. നല്ല ടേസ്റ്റാണ് കറിവേപ്പില കൂടുന്നതിനനുസരിച്ച്. ഇത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം. നമ്മൾ ബീഫ് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ നമുക്ക് വേവിക്കുന്നതാണ് നല്ലത്. ചിലർക്ക് അടി പിടിച്ച് പോകുന്നുള്ള പേടിയുള്ളവർക്കാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും ബീഫിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങാനുണ്ട്. വെള്ളം കൂടുന്നതിനനുസരിച്ച് നമുക്കത് വറ്റിച്ചെടുക്കാനുള്ള ടൈമും കൂടും. ഒരുപാട് ഫ്ലെയിം കൂട്ടണ്ട, നമ്മൾ സിമ്മിൽ വേവിച്ചെടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ വേവിക്കുക. ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. അതിൽ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതൊരു 2-3 ദിവസം വരെ കേടുകൂടാതിരിക്കും. തേങ്ങാക്കൊത്തൊക്കെ ശരിക്കും മൂക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവില്ല. ഇത് നല്ല വറ്റിച്ചെടുത്തൊരു ബ്ലാക്ക് കളറാണ് വരെ ഇളക്കി കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ.